ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് ചലഞ്ച്? ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച്. അപ്പൊ നമ്മള് ഒരാളുടെ കണ്ണ് കെട്ടു ഫസ്റ്റ്, എന്നിട്ട് നമ്മളൊരു തിങ്ങിയോട് വെച്ചു കൊടുക്കും. അപ്പൊ അതെന്താണെന്ന് ടച്ച് ചെയ്യോ ടേസ്റ്റ് ചെയ്യോ ചെയ്യാം, എന്നിട്ട് അതെന്താണെന്ന് ഗസ് ചെയ്യാം. അതാണ് ചലഞ്ച്. അപ്പൊ ആദ്യം ചലഞ്ച് ചെയ്യാൻ പോകുന്നത് നമുക്ക് ടോസ് ഇട്ട് നോക്കാം. എടുത്തോ. ഫസ്റ്റ് ആരാ? വണ്ണ് തുറക്ക് വേഗോ. വണ്ണ് സായി. അപ്പൊ ഫസ്റ്റ് സായിദാണ് ചെയ്തത്, സെക്കൻഡ് ഞാനാണ്, തേർഡ് ഇസ്മ. ഓക്കെ, അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കണ്ണ് കെട്ടാം. നമുക്കെല്ലാം മറന്നിരിക്കുവാണോ? ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ? കണ്ണ് കാണുന്നുണ്ടാ? കാണുന്നുണ്ടാ? ഇതെത്രയാ? ഇതെത്രയാ? 10. ഓക്കെ, ഇതാണ് കേട്ടോ സാധനം. തൊട്ടതായി. ആപ്പിളാ? ഓക്കെ. വെച്ച് തൊട്ടോ. പേടിക്കണ്ട, തോട്. എന്താ അത്? ചെടിയാ? ശരിക്ക് തൊട്ടോക്ക്, എന്നിട്ട് പറയാം എന്താണ്. ഓക്കെ, കൈമാറ്റി വെച്ചില്ല. ഞാൻ പണ്ട് തൊടാവുള്ളേ. തൊട്ടോ തൊട്ടോ. ശരിക്ക് തോട്. വെള്ളത്തിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇനി എന്റെ കണ്ണ് കെട്ടാം. കെട്ടിക്കോ. ആയാ? ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാ? തിന്നാമോ? തിന്നാ? ശരിക്കും തിന്നാ? സോസാണോ? ഓക്കെ, നെക്സ്റ്റ്. വെച്ചാ? സൗണ്ടില് കേൾക്കുന്നുണ്ടല്ലോ. കല്ല. അനാറാണോ? തിന്നതാണോ? തിന്നാ? ഇത് എന്താണ്? കൊപ്രയാ? തേങ്ങ? അതാണോ? അല്ല? ആണോ? ഓക്കെ ഓക്കെ. ആയാ? രണ്ടെണ്ണോ? ആപ്പിളല്ല. തിന്നുന്നോ? ശരിക്കും തിന്നുന്നതിനാണല്ലോ അല്ലേ? ഇത് തക്കാളിയാ? തക്കാളിയാണോ? ചെറിയല്ല, പ്ലമ്മാ? ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് പോയി. ഓക്കെ, ആ സാധനത്തിന്റെ ഉള്ളിലാ വെള്ളമാ? പഠിക്കുന്നൊന്നല്ലോ അല്ലേ? പുഴുവാ?
ആ ഇതില്ലേ മറ്റേ റബ്ബറിന്റെ ടോയല്ലേ. ഇനി നമുക്ക് ഇസ്മാന്റെ കണ്ണ് കെട്ടാം. അത് വീഡിയോ എടുത്ത സമയത്ത് ഇടയ്ക്ക് മൈക്ക് ഓഫായി പോയതുകൊണ്ട് സൗണ്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അങ്ങനെ ഇസ്മാന്റെ കണ്ണ് കെട്ടി നമ്മൾ എന്നിട്ട് ഫസ്റ്റ് വെച്ച് കൊടുത്തത് വാച്ചാണ്. അവൾക്ക് ടച്ച് ചെയ്തിട്ട് അവൾ കറക്റ്റ് വാച്ച് എന്ന് തന്നെ പറഞ്ഞു. നമ്മൾ ടഫായിട്ടുള്ള സാധനങ്ങളൊന്നും വെച്ചില്ല, ചെറിയ കുട്ടികളല്ലേ, അതുകൊണ്ട് ചെറിയ ചെറിയ സാധനങ്ങളാണ് വെച്ച് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് കൊടുത്തത് ടൂത്ത് ബ്രഷാണ്. അതും അവൾ കറക്റ്റായിട്ട് തന്നെ ഗസ് ചെയ്ത് കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, അറിയാം. എന്നാലും നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ വെച്ച് കൊടുത്തത് കോക്കാണ് വെച്ച് കൊടുത്തത്. പക്ഷെ അവൾക്കത് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അവളപ്പോൾ ബാറ്റിൻ്റെ ഒരു സാധനം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അവൾ പറഞ്ഞ് അവസാനം ഷട്ടിൽ ബാറ്റിൻ്റെ സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം കുട്ടികളല്ല, അതിൻ്റെ പേര് കറക്റ്റായിട്ട് ഇപ്പോൾ അറിയണമെന്നൊന്നുമില്ല. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് കൊടുത്തത് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറില്ലേ, കിച്ചണിൽ പാത്രം കഴുകുന്ന, അതാണ് വെച്ച് കൊടുത്തത്. പക്ഷെ അവളത് ഗസ് ചെയ്ത് ഞാൻ വിചാരിച്ചില്ല. കാരണം കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് അത്ര എന്താ പറയുക, കുട്ടികൾ അത്ര ഇത് കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ വെച്ച് കൊടുത്തു. കറക്റ്റായിട്ട് അവൾ പാത്രം കഴുകുന്ന സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതും അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഗെയിമിന്റെ വിന്നർ ആയിരിക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ? ജാഹിദ് 4 വെച്ചതിൽ 3 കണ്ടുപിടിച്ചു, ഞാനും 4 വെച്ചതിൽ 3 കണ്ടുപിടിച്ചു. പക്ഷെ നമ്മുടെ ഇസ്മ 4ൽ 4 കണ്ടുപിടിച്ചു. അപ്പൊ ഈ ഗെയിം ചലഞ്ചിന്റെ വിന്നർ ആയിരിക്കുന്നത് ഇസ്മയാണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.